ഹലോ, ഇന്നത്തെ ഒരു വീഡിയോ ഇന്നൊരു പ്ലാന്റ് പരിചയപ്പെടുത്തുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരു പ്ലാന്റാണ്. ഇപ്പോൾ ഒരുമാതിരി എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. പക്ഷേ ചിലർക്കൊന്നും അറിയത്തുപോലും ഇല്ല ഇപ്പോൾ ഈ ചെടിയെക്കുറിച്ച്. അപ്പം നമുക്ക് ഈ ചെടിയെക്കുറിച്ച് കാണാം. ഇതിൻ്റെ പേര് പൊന്നാരി വീരൻ എന്നാണ്. അപ്പം ഞാൻ ഇന്ന് വൈകുന്നേരം ആയപ്പോൾ അത്തശ്ശി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചക്ക വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ വരുന്നോന്ന് ചോദിച്ചു. ആ ചക്കയെന്ന് കേട്ടാൽ നമ്മൾ അപ്പോഴും ഓടിയെത്തുമല്ലോ. അങ്ങനെ ഞാനും അണ്ണച്ചി അങ്ങോട്ടും കൂടെ ഓടി വീട്ടിൽ വന്നു. അപ്പോഴത്തേക്കിനാണ് വന്നപ്പോഴത്തേന് അവിടെ അത്തശ്ശി അമ്മച്ചിയും കൂടെ വൈകുന്നേരം ഇപ്പം നല്ല ഉണക്കൊക്കെ ഉള്ളതുകൊണ്ട് കൃഷികൾക്കെല്ലാം ഒരുപാട് വെള്ളം ഒഴിക്കണം. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ചെല്ലുന്നത്. അത്യാവശ്യം നല്ലതായിട്ട് നോക്കിയെങ്കിൽ മാത്രമല്ല നമുക്ക് കൃഷിയുടെ ആ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അത്തശ്ശിയൊക്കെ അതിനെ സ്നേഹിച്ച് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതുകൊണ്ട് അതൊരു കഷ്ടപ്പാടായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ നല്ല പച്ചക്കറികൾ, വിഷമില്ലാത്ത പച്ചക്കറികൾ കിട്ടുന്നുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ വന്നപ്പോഴേക്കും കൃഷി എല്ലാത്തിനും വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ടിരിക്കുന്നു. പോത്തിനെയൊക്കെ കുളിപ്പിച്ച് കെട്ടി അതിന് കുടിയെല്ലാം കൊടുത്തു കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുക. അപ്പോഴാണ് വിചാരിച്ച ഈ പൊന്നാരി വീരൻ എന്ന് പറഞ്ഞ ഈ പ്ലാന്റ് ഒന്ന് നിങ്ങളെ കാണിച്ചേക്കാവുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഈ ഇന്നത്തെ പ്ലാന്റ്. ഇതാണ് പൊന്നാരി വീരൻ എന്നാണ് ഈ പ്ലാന്റിൻ്റെ പേര്. ഇത് ഒരുപാട് ഔഷധ ഗുണമുള്ളൊരു പ്ലാന്റാണ്. അതായത് നമ്മുടെ ചീരവർഗ്ഗത്തിൽപ്പെട്ട പോലെ തോരൻ വയ്ക്കാനായിട്ട് നല്ലതാണ്. ഇതിൻ്റെ പൂവും കായും ഇലയും തോരൻ വയ്ക്കാം. മൂത്ത ഇലയാണെങ്കിൽ അത്രയ്ക്ക് പറ്റത്തില്ല. ഇളം ഇലയാണ് ഇതിന് കൂടുതൽ നമ്മൾ തോരന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പം പിന്നെ മൂത്ത ഇല നമുക്കാണെങ്കിൽ ജൈവ കമ്പോസ്റ്റായിട്ടും വളത്തിനുമായിട്ടൊക്കെ യൂസ് ചെയ്യാം. കാരണം നല്ല നൈട്രജൻ കണ്ടൻ്റ് ഉള്ള ഒരു പ്ലാന്റാണ്. അപ്പോൾ അതിൻ്റെ ആ ഇലയ്ക്ക് നല്ല നമ്മുടെ ഈ എന്താ പറയുക കൊന്ന വർഗ്ഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റായിട്ട് വേണം നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ ഈ കൊന്നയൊക്കെ ആണെങ്കിലും കമ്പോസ്റ്റിനായിട്ടൊക്കെ യൂസ് ചെയ്യുമല്ലോ. അതുപോലെ തന്നെ നമ്മുടെ എന്താ കണിക്കൊന്ന വിഭാഗത്തിൽപ്പെട്ട ആ ഒരു പ്ലാന്റും കൂടെ ആണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഈ പ്ലാന്റിൻ്റെ കായും പൂവും ഇലയും എല്ലാം നമുക്ക് തോരൻ വയ്ക്കാവുന്നതാണ്. മുട്ട് കൂട്ടി നന്നായിട്ട് അരിഞ്ഞ് തോരൻ വയ്ക്കുക, സാധാ ചീരയിലൊക്കെ വെക്കുന്ന പോലെ. പിന്നെ ഇതിന് ഒരു ചെറിയൊരു പയറുണ്ട്. ആ പയറിൻ്റെ വിത്ത് വീണിട്ട് പുതിയ പ്ലാന്റൊക്കെ കിളുത്ത് വരും. നമുക്ക് ഒരു 2-3 ചെടിയായിട്ട് നമുക്ക് വേണമെങ്കിൽ ഗാർഡനിലും വയ്ക്കാം, അല്ല പറമ്പിലും വയ്ക്കാം. 2-3 പ്ലാന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആഴ്ച 2 തവണയെങ്കിലും ഈ ഇല തോരൻ വയ്ക്കാം. ഇലത്തോരൻ എന്ന് പറയുമ്പോഴത്തേക്കിനും ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും വലിയ ഇഷ്ടമില്ലെങ്കിലും പക്ഷെ നല്ല ഒരുപാട് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉള്ളവർക്കൊക്കെ ഒരുപാട് ഗുണമുള്ള ഒരു പ്ലാന്റാണ് പൊന്നാരി വീരൻ. അപ്പോൾ ഇതിൻ്റെ ഒരു മഞ്ഞ പൂവൊക്കെയാണ്. കാണാൻ ചെടിയായിട്ട് വേണമെങ്കിൽ ഗാർഡനിൽ നിർത്തിയാലും നല്ല ഭംഗിയാണ്. അങ്ങനെ നമ്മുടെ പ്ലാന്റിനെ കുറിച്ച് അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത് നമുക്ക് ഇനി അരിഞ്ഞ് തോരൻ വെച്ചാൽ നമ്മുടെ സാധാ ചീരയിലൊക്കെ തോരൻ വെക്കുന്ന പോലെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചക്കക്കുരുവൊക്കെ ഇട്ട് വെച്ചാൽ കുറച്ചും കൂടെ ബെറ്ററാണല്ലോ. നമ്മൾ സാധാ ചീരയൊക്കെ വെക്കുമ്പോൾ എങ്ങനെ വെക്കുന്നു അതുപോലെ തന്നെ ചീരയ്ക്കൊക്കെ സെറ്റാവുന്ന പോലെ ഇത് നമ്മൾ ഒടിച്ച് മാറ്റി കഴിയുമ്പോഴേക്കും അതിനകത്ത് വേറെ ശിഖരങ്ങൾ വന്ന് കുറേയും കൂടെ പൂക്കളൊക്കെ വരും. വീട്ടിൽ മിക്കവാറും ഉണ്ട്, നാടൻ ചെടികൾ ഒക്കെ ഉള്ളതുകൊണ്ട് നാടൻ കറികളൊക്കെ കൂട്ടാനായിട്ട് വീട്ടിലേക്ക് വരും. അപ്പോഴത്തേക്കിനാണ് നമ്മുടെ സാധാ പണ്ടത്തെ ആ ഒരു ടേസ്റ്റിലുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കാനായിട്ട് അമ്മച്ചിയുടെ അടുത്ത് വരുമ്പോഴാണ് കൂടുതലായിട്ട് ഇങ്ങനെ നമ്മുടെ വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേനും എത്ര വിശപ്പില്ലെന്ന് പറയാൻ സ്വന്തം വീട്ടിൽ ചെല്ലുമ്പോൾ കുറച്ചെങ്കിലും ഒന്ന് കഴിച്ചിട്ട് വരിക എന്നുള്ളത് സാധാരണപ്പെട്ട പെൺകുട്ടികൾക്കൊക്കെ ഒരു ഭയങ്കര ഉള്ളൊരു കാര്യം തന്നെയാണ്. ഞാനങ്ങനെ കേട്ടോ, എപ്പോൾ ചെന്നാലും ഇച്ചിരിയെങ്കിലും വിശപ്പുണ്ടെങ്കിൽ ഏത് സമയത്താണെങ്കിലും എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ വരത്തില്ല. അപ്പം പിന്നെ ഓടിപ്പോയിട്ട് വന്നെങ്കിൽ പോലും നമ്മൾ ഇച്ചിരിയെങ്കിലും കഴിക്കും. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ അവിടെ നിന്ന് ചെടി പരിചയപ്പെടുത്തി വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോൾ അത്തശ്ശി ഒരു തക്കാളി ഇതേ അവിടെ മറിച്ചിട്ടിട്ടുണ്ട്. അത്തശ്ശി അവിടെ നിന്ന് പറയുന്നത് ഈ തക്കാളി മറിച്ചിട്ടെന്ന്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ അവിടെ ഇഷ്ടംപോലെ തൈകളും ചെടികളും ഒക്കെ വെച്ചേക്കുന്നതുകൊണ്ട് നമ്മൾ എങ്ങോട്ട് തരുന്നതിനും സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവിടെ കുഴിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും, അത് പോകും. പിന്നെ അത്തശ്ശി പറയും ഓരോ സംഭവങ്ങളും കുഴിച്ച് വെച്ചത് കളഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ അത്തശ്ശിയാണെങ്കിലും ഈ പോത്തിനൊക്കെ കുടിയെല്ലാം കൊടുത്തിട്ട് ഞങ്ങളെല്ലാവരും കൂടെ പിന്നെ ചക്കയാണല്ലോ നമ്മുടെ മെയിൻ ഉദ്ദേശം, ചക്കയ്ക്ക് വേണ്ടിയാണല്ലോ വന്നത്. പിന്നെ ഈ ഒരു ടൈമെന്ന് പറയുമ്പോഴത്തേക്കിനും കാപ്പിക്കുരു കുരുമുളകൊക്കെ പറിക്കുന്ന ഒരു ടൈം ആയതുകൊണ്ട് അത്തശ്ശി കാപ്പിക്കുരും കുരുമുളകും ഒക്കെ എടുത്ത് അത്തശ്ശിയും കൂടെ കൊണ്ടകത്തൊക്കെ വെച്ചു. പിന്നെ നമ്മുടെ പാവയ്ക്കൊക്കെ ആയിട്ടുണ്ട്. ഇപ്പം 3 പാവയ്ക്കോളം എനിക്ക് തന്നു കേട്ടോ. നല്ല കയ്പില്ലാത്ത നല്ല പാവയ്ക്കാണ് കേട്ടോ. അങ്ങനെ പാവയ്ക്കൊക്കെ ഉണ്ട്. നമുക്ക് വീട്ടിൽ നിന്ന് കൈയും വീശി വന്നെങ്കിലും വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കിനും ഒരു കവറെങ്കിലും നിറച്ച് സാധനമായിട്ടാണ് വീട്ടിൽ നിന്ന് വരാറ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ താരമായ ചക്ക വന്നിട്ടുണ്ട്. ഞാനിന്ന് കേക്കിന് വർക്കുള്ളതുകൊണ്ട് വീട്ടിൽ ചെന്നിട്ട് ചക്ക വെക്കാവുന്ന സമയം കുറവായിരുന്നു. ചക്കയെന്ന് കേട്ടപ്പോൾ ഓടി വന്നതാണ്. അപ്പോൾ നമ്മുടെ ചക്ക നമുക്കുള്ള ചക്ക എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അതിൽ നിന്ന് അത്തശ്ശി കിള്ളി എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇത് എൻ്റെ ചക്കയാണ്, വീട്ടിലത് അത്തശ്ശിക്കുള്ള മുറിച്ച് അവിടെ വെച്ചിട്ടുണ്ട്, അതെടുത്ത് മതി ഇതൊക്കെ പറയുകയൊക്കെ ചെയ്തേ. അങ്ങനെ നമ്മൾ ചക്ക ഓടിപ്പോയി എടുത്തിട്ട് വന്നു. നല്ല നമ്മുടെ പ്ലാവിന് തന്നെ ബഡ് പ്ലാവിൻ്റെ ചക്കയാണ്. ഫസ്റ്റ് ടൈമൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും ചക്കയോട് ഭയങ്കര ഒരു ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് ഈ ചക്ക 4ആയിട്ട് ഭാവിച്ച് അത്തച്ഛൻ്റെ ഒരു ഫ്രണ്ടിനും അമ്മച്ചി അനിയത്തിക്കും വീട്ടിലത്തേക്കും അങ്ങനെ 4ആയിട്ടാണ് എടുത്തത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ ഷിജിന ഷമൻ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട്